What a surprise! അല്പം മുമ്പ് സംസാരിച്ച ലച്ചുവിനോട് എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എന്താണ് സഞ്ജയ്ക്ക് FM-ലൂടെ വൈഫിനോട് പറയാനുള്ളത്? എന്തിനാ ലച്ചു എന്റെ മുന്നിൽ നോടിപ്പോയത്? ലച്ചു എന്നോടത് പറയണം. നമ്മൾ കണ്ടുമുട്ടിയ ഷോപ്പിംഗ് മോളില് നാളെ 11 മണിക്ക് ലച്ചു വരണം. ലച്ചുവിനെ കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും. എന്നോട് പൊറുക്കണം. മുത്തശ്ശി മോളെ ഇത് കഴിച്ചേ. മുത്തശ്ശി കുറച്ചും കൂടെ കഴിക്കും മുത്തശ്ശി. വേണ്ട മോനെ. എന്റെ ദേവി, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത്? എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ? മുത്തശ്ശി കരയില് മുത്തശ്ശി. ദേവി, എന്തിനാ ലച്ചു എന്റെ മുന്നിൽ നോടിപ്പോയത്? ലച്ചു എന്നോടത് പറയണം. നമ്മൾ കണ്ടുമുട്ടിയ ഷോപ്പിംഗ് മോളില് നാളെ 11 മണിക്ക് ലച്ചു വരണം. ലച്ചുവിനെ കാത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഇല്ല, ആരെയും വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്നെ രക്ഷിച്ച അങ്ങയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഞാൻ വരില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മുത്തശ്ശി കരച്ചിലായിരിക്കും. വീട്ടിലെ നമ്പറിലേക്കൊന്ന് വിളിച്ചാലോ? ഈ ഫോൺ എടുക്കാൻ പോലും ഇവിടെ ആരുമില്ലേ? ഹലോ ഹലോ ഹലോ, ടച്ചിലെടുത്തല്ലേ? ആ പറ. അവളാ വിളിച്ചത്. അവളെ ഒച്ച കേട്ടാ എനിക്കറിയില്ലേ. ഡീ ഇവിടെ വാ. എന്താ നരേന്ദ്രേട്ടാ? കുഞ്ഞൂട്ടന് ഈ ഫോണിലേക്ക് ആരെയും കോൾ വരാറുണ്ടോ? അനിയൻ സംസാരിക്കുന്ന ഞാനിതുവരെ കണ്ടിട്ടില്ല. എങ്കിൽ അവളത് ആദ്യമായിട്ട് വിളിച്ചതാ. അമ്മ എവിടെ? അവള് പുറത്തു വന്നിട്ട് വേണ്ടേ? ചായ എന്നെ ഏൽപ്പിച്ച് അകത്തോട്ട് പോയി. അവളൊരു നാണക്കാരിയാ സഞ്ജു. ഇവിടെ ആരെങ്കിലും വന്നാ അകത്ത് പോയി ഒളിക്കും. ശ്രീകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നേനെ. ചേച്ചിയുടെ രാജകുമാരനൊന്ന് കാണാൻ കൂടി ചേച്ചിയുടെ അമ്മ സമ്മതിച്ചില്ല. മോൻ ചായ കുടിക്ക്. അമ്മുന്റെ അടുത്ത് പറഞ്ഞേക്ക് ചായ സൂപ്പറായിട്ടുണ്ടെന്ന്. നടക്ക്.
ഇങ്ങോട്ട് നടക്കടി. നന്ദൂട്ടാ, ആ ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് നോക്കിയേ. ഇവിടെ ആരും ഇല്ലെന്നങ്ങ് പറഞ്ഞേക്ക്. ഹലോ, ഇതാരാ വിളിക്കുന്നേ? നന്ദൂട്ട, ഞാനാ നന്ദൂട്ട. ലച്ചു. ലച്ചു, 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 എന്താ ഇതുവരെ വിളിക്കാത്തത്? ലച്ചുനെ എനിക്ക് കാണണം. കട്ടായി പോകുന്നതിന് മുമ്പ് ഇങ്ങ് താമോനെ. ഞാൻ അലേച്ചിന്റെ കയ്യില് ഫോൺ കൊടുക്കാമേ. ഹലോ മോളെ ലച്ചു. കുഞ്ഞുട്ടേട്ടാ, എവിടെയാ മോളെ നീ? കുഞ്ഞുട്ടേട്ടൻ സിറ്റിയിൽ പലവട്ടം വന്ന് നിന്നെ അന്വേഷിച്ചു. ഞാൻ അളിയനെയും കണ്ടു. നീ എന്തിനാ അളിയനോടൊന്നും പറയാതെ പോയെ? അതൊന്നും കുഞ്ഞുട്ടേട്ടൻ ചോദിക്കല്ലേ. പിന്നെ മുത്തശ്ശി എന്ത് ചെയ്യുന്നു? നിന്റെ വിവരങ്ങളൊന്നും അറിയാതെ മുത്തശ്ശി കിടപ്പില്ല. മരിച്ചാ മതിയെന്നാ പറയുന്നേ. ഭക്ഷണവും മരുന്നും ഒന്നും മുത്തശ്ശി കഴിക്കാനില്ല. നിന്നെ ഒന്ന് കണ്ടാ മതി മുത്തശ്ശിക്ക്. നീ ഒന്ന് വാ മോളെ, അല്ലെങ്കിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. ഒന്ന് വേഗം വാ ലച്ചു, ഇല്ലെങ്കിൽ മുത്തശ്ശി മരിച്ചു പോവും. മോള് നാളെ വന്നാ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ നാളെ തന്നെ വരാം. എനിക്ക് മുത്തശ്ശിയെ കാണണം. ഹലോ 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 മോളെ. മുത്തശ്ശി, മുത്തശ്ശി ഒന്ന് എഴുന്നേറ്റിരുന്നേ. ഒരു സന്തോഷവാർത്ത പറയാനുണ്ട്. ലച്ചു ഇപ്പൊ വിളിച്ചു. എന്റെ കുട്ടി വിളിച്ചോ? അതേ മുത്തശ്ശി, ഞാനും അലേച്ചനും ലച്ചുനോട് സംസാരിച്ച്. പിന്നെന്താ? അതെ. എന്താ എന്താ അമ്മോ? സുരഭി സിസ്റ്ററിനെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. സിസ്റ്ററിന് നല്ല സുഖമില്ല. അമ്മൂനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ നേഴ്സല്ലേ? അതെ. അവക്കെന്താ അസുഖം? അവര് ഹോസ്പിറ്റലൈസ്ഡ് ആണോ? അതെ, ആശുപത്രിയിൽ കിടക്കുക. എങ്കി അമ്മ പോയി കാണണം. അമ്മൂന് രണ്ടാം ജന്മം തന്നത് ആ സിസ്റ്റർ അല്ലേ? നാളെ രാവിലെ ഞാൻ പൊക്കോട്ടെ. അതിനെന്താ? പിന്നെ പോകുമ്പോ എന്തെങ്കിലും വാങ്ങി വേണം പോകാൻ. അതിനുള്ള രൂപ ഞാൻ തരാം. നിക്ക്. പോകുന്നതൊക്കെ ശരി തന്നെ. നീ ആ വഴിക്കങ്ങ് പോയേക്കരുത്. ശ്രീകുട്ടി വന്ന് ചോദിക്കുന്നത് എന്നോടായിരിക്കും. അവൾ എവിടെ പോവാനാ കാഞ്ചനെ? അവൾ എവിടുന്നാ വന്നേന്ന് പ്രഭയ്ക്കറിയോ? അതെ, ശരിക്കും നീ പറഞ്ഞത് സത്യമാണോ? എന്താടോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ? 7 മണി കഴിഞ്ഞിട്ടും ആ പെണ്ണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അമ്മ വന്നില്ലേ? അവളെ കടന്നു കളഞ്ഞു. ഫോൺ വിളിച്ചിട്ട് പ്രതികരണമില്ല. നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ആരോടൊന്ന് ചോദിക്ക്. അവളെ കൊണ്ടുവന്ന ശ്രീകുട്ടിക്ക് പോലും അവളുടെ വിലാസം അറിയില്ല. ദേ, നാളെ അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മൾ വേണം സമാധാനം പറയാൻ. അവളുടെ പിടിവാശിക്ക് മുന്നിൽ നിന്നു കൊടുത്തപ്പോ പ്രഭ എന്റെ ഒരു വാക്ക് വിശ്വസിച്ചോ? ഹോസ്പിറ്റലിലേക്കല്ലേ അവള് പോയത്? ആ സിസ്റ്ററെ വിളിച്ച് ചോദിക്കാം. ശ്രീകുട്ടിയെ വിളിച്ച നമ്പർ കിട്ടും. ദേ, ഞാൻ ഇതുവരെ വിളിച്ച് ശ്രീകുട്ടിയോട് ഈ വിവരം പറഞ്ഞിട്ടില്ലേ. കുറച്ചു മുമ്പ് അവൾ എന്നെ വിളിച്ചപ്പം അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ബാത്റൂമിലാണെന്നാ ഞാൻ പറഞ്ഞത്. പ്രഭ വരട്ടെന്ന് കരുതിയ ഞാനങ്ങനെ പറഞ്ഞത്. അവൾ ഇത് അറിയണ്ട. അത് പ്രഭ തന്നെ വിളിച്ചു പറ. ഇതൊരു തലവേദന ആയല്ലോ. ആ പെണ്ണിനെ കൊണ്ടുള്ള തലവേദന വരാൻ പോകുന്നതേ ഉള്ളൂ. ഞാനേ ആദ്യം നോക്കിയത് അവൾ ഇവിടുന്ന് വല്ല അടിച്ചോണ്ട് പോയെന്നാ. ഭാഗ്യം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെ, അവള് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ കഴുത്തിൽ ഒരു താലിയും കെട്ടിക്കൊണ്ട് നടക്കുന്നത്. വെറുതെ എനിക്ക് ടെൻഷൻ തരല്ലേ. അല്പം നേരം കൂടെ നോക്കാം. ഓ, ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. സഞ്ജു,
ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ. വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ? സഞ്ജുവിന് സമ്മാനിക്കേണ്ടത് അത്രയും വിലപിടിച്ചതാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ദൈവം നമ്മൾ ഒന്നിപ്പിച്ചതാ. നമ്മൾ വീട്ടുകാരെ പേടിച്ചപ്പോ അവര് മറ്റൊരു വഴിക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന ഒരു തമാശ അത്. എനിക്കത് തമാശയല്ല സഞ്ജു. സഞ്ജുവിനെ സ്വന്തമാക്കാൻ അച്ഛനും അമ്മയും വേണ്ടാന്ന് വെക്കാൻ തയ്യാറായ പെണ്ണാ ഞാൻ. ഈ ഭൂമിയിൽ എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ സഞ്ജുവിന് കൂട്ടായി ഞാൻ തന്നെ ഉണ്ടാവണമെന്ന പ്രാർത്ഥന എനിക്ക്. ഒരു പെണ്ണിന് സഞ്ജുവിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ മരണത്തിന് തുല്യമായിരിക്കും അത്. സ്വാതി, ഒരു എമർജൻസി കോൾ വരുന്നുണ്ട്. ഞാൻ തിരിച്ചു വിളിക്കാം. ഹോസ്പിറ്റലിലെ പേരാ നീ പറയാൻ പോകുന്നതെങ്കിൽ നിന്റെ കവളി ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞങ്ങൾ അവിടെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അമ്മു ശരിക്കും എവിടെ പോയതാ? ഇവളോട് ഇങ്ങനല്ലേ ചോദിക്കേണ്ടത് പ്രഭേ. താനൊന്നും മിണ്ടാതെ നിക്കേ. സത്യം എന്താണെന്ന് അമ്മ പറ. എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്റെ മുത്തശ്ശിയെ കാണാൻ പോയതാ. നീ അവിടെ നിൽക്ക്. കേട്ടില്ലേ? പച്ചക്കള്ളോ ഇവളിവിടുന്ന് പറഞ്ഞിറങ്ങിയത്. ആരും ഇല്ലാത്തവളാണെന്നല്ലേടി നീ ഇവിടെ പറഞ്ഞത്. ഇപ്പൊ എവിടുന്നാണ് നിനക്ക് കിട്ടിയത് ഒരു മുത്തശ്ശിയെ? അത് എന്നെ എടുത്തു വളർത്തിയ മുത്തശ്ശി വയ്യാണ്ട് കിടക്കാന്നറിഞ്ഞപ്പോ ഒന്ന് കാണാൻ പോയതാ. അമ്മു എന്താ അത് പറയാതെ കള്ളം പറഞ്ഞത്? അത്രയും ദൂരത്തേക്ക് എന്നെ വിടില്ല എന്ന് പേടിച്ചിട്ടാ. അമ്മുവിന് മുത്തശ്ശിയുള്ള കാര്യം ശ്രീകുട്ടിക്ക് അറിയാമോ? ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദേ, ഇനി നിന്റെ നാവിൽ നിന്ന് കള്ളം പുറത്തു വരരുത്. ചെല്ല്, ആദ്യം ചെന്ന് ശ്രീകുട്ടിയെ വിളിച്ച് നീ വന്ന വിവരം പറ. കേറി പോ. ഓഫീസിലേക്കാണോ? എനിക്ക് വേണോന്ന് വെച്ചിട്ടല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത്. സഞ്ജുവിനെ ഓർത്തിട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതേ. കവിതയ്ക്ക് അത്ര സൂചിച്ചിട്ടൊന്നുമില്ല. നിക്ക്. സഞ്ജുവിന്റെ എൻഗേജ്മെന്റിന് നിനക്ക് ഞാനൊന്നും വാങ്ങി തന്നില്ലെന്നുള്ള പരാതി വേണ്ട. സംശയിക്കേണ്ട, സ്വർണം തന്നെയാണ്. പുതിയ വളകളാണല്ലോ. ജ്വല്ലറി പിന്നെ എന്തുവാടി? പഴയ സ്വർണം കിട്ടുമോ? സത്യം പറ, നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി? ഇതാ കുഴപ്പം. വാങ്ങിക്കൊടുത്താൽ ഒരു വിശ്വാസവും വരില്ല. വേണ്ടെങ്കിലേ ഇങ്ങി തന്നേക്ക്. വാങ്ങി ഷോപ്പിൽ കൊടുത്താലേ 1 രൂപ കുറയ്ക്കത്തില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ സ്വർണം വാങ്ങി തന്നതല്ലേ? എനിക്കിത് വേണം. പൊട്ടും വളകളും നല്ല ഭംഗിയുള്ള മാലകളും ഉണ്ട്. നീ ഇതൊക്കെ ഇട്ട് കണ്ട ഭയങ്കര രസമായിരിക്കും. കുങ്കുമുണ്ടോ ചേച്ചി? എനിക്കറിയില്ലേ നിന്നെ. നല്ല ഭംഗിയുള്ളൊരു കുങ്കുമച്ചെപ്പുണ്ട്. നീ അത് തുറന്നു നോക്ക്. ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ ഇതൊക്കെ ഇടാം.
നീ വാ, ഫുഡ് കഴിക്കാൻ അച്ഛൻ താഴെ വെയിറ്റ് ചെയ്യുക. ചേച്ചി ചെല്ല്, ഞാനിത് വെച്ചിട്ട് വരാം. എന്താ ഞാൻ ഈ കാണുന്നേ? ഇത്ര നാള് ദൈവവിശ്വാസമില്ലാത്ത ആള് പൂജാപുറിയും ഇറങ്ങി വരുന്നു. ആശ്രയം നഷ്ടമാകുമ്പോ ദൈവത്തെ അഭയം പ്രാപിക്കാൻ അമ്മ എപ്പോഴും പറയും. അത് സത്യയുടെ രാജു. എനിക്ക് ഇന്നത് ബോധ്യായി. എന്ത് പ്രാർത്ഥന ഇപ്പൊ പ്രാർത്ഥിച്ചേ? എടാ, ലച്ചു തിരികെ അവളുടെ വീട്ടിൽ ചെന്നു. ആണോ? അവളുടെ ഏട്ടൻ വിളിച്ച് പറഞ്ഞതാ. അതൊരു നല്ല വാർത്ത തന്നെയാ. നീ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു അബദ്ധം കൂടാതെ അവള് വീട്ടിലെത്തി. പിന്നെ നിന്റെ വിവാഹ നിശ്ചയം വരാൻ പോവാ. എനിക്കൊരു പേടിയുണ്ട്. അവളെങ്ങനെ ആ സമയത്ത് വന്നാ എങ്കി അവൾ എന്നെ വിട്ടു പോവൂ? കൺമുമ്പിൽ വന്ന് പെട്ടപ്പോ ഓടിപ്പോവാൻ അവള് നോക്കിയത്. ഇനി ഞാനായിട്ട് അങ്ങേക്കൊരു തടസ്സം വരാതിരിക്കാന് ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ ഒഴിഞ്ഞു പോയത്. നിങ്ങൾ സന്തോഷത്തോടെ എന്നും ഒന്നിച്ച് ജീവിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. ഒരിക്കലും അവള് വരില്ല. അവളുടെ ഏട്ടൻ പറഞ്ഞത് സത്യം. അവളെ പോലൊരു പെണ്ണ് ഈ ഭൂമിയിലുണ്ടാവില്ല. ഞാൻ അവളെ രക്ഷിക്കാൻ മാത്രം ചെയ്തെന്ന് അവൾക്കറിയാം. അത് മനസ്സിലാക്കിയെന്നതാ എന്റെ സമാധാനം. എനിക്ക് എന്റെ സന്തോഷം ഇപ്പൊ തിരിച്ചു കിട്ടിയത്. ആടാ, ആഹാ, ഇന്നെന്റെ മോന്റെ മുഖമൊന്ന് തെളിഞ്ഞല്ലോ. എന്താ കാര്യം പറ. അവനൊരു വലിയ പ്രോബ്ലത്തിലായിരുന്നു. അത് പരിഹരിച്ചതായി ഒരു കോള് വന്നു. ആണോടാ? ഈശ്വര, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചതും അതായിരുന്നു. ഞാനിപ്പോ അമ്മയുടെ പഴയ സഞ്ജുവാ. മതി മോനെ, അമ്മയ്ക്കത് മതി. സന്തോഷായിട്ടിരിക്കും. എനിക്കെന്തോ നാവ് പൊങ്ങിയതാ പറയാ. പിന്നെ പറയണ്ട. സഞ്ജു വിട്ടു, അല്ലെങ്കിൽ അമ്മോടിപ്പോ പറയും. സഞ്ജു വിടും. എന്റെ ഫ്രണ്ട്സിനെ സഞ്ജു മോന്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചപ്പോ ചിലരൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. സഞ്ജുവിനൊരു അപ്പച്ചി കൂടെയില്ലേ? അവരുടെ കല്യാണം എന്തേ കഴിയാത്തതെന്ന്. ശരിയല്ലേ സഞ്ജു മോനെ? കവിതയുടെ കല്യാണം കഴിയാതെ നിന്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോ ആൾക്കാർ ചോദിക്കില്ലേ? അങ്കിള് പറഞ്ഞത് ശരിയാ. അപ്പച്ചി തീരുമാനം മാറ്റണം. അപ്പച്ചി ഒരു വിവാഹത്തിന് തയ്യാറാവാതെ നിൽക്കുമ്പോ ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ സങ്കടം അതാ മോനെ. അപ്പച്ചി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിവാഹബന്ധം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരുടെ ഇഷ്ടമാ. എന്റെ കാര്യത്തിൽ ദിനേശിന് ഇത്ര ഉത്കണ്ഠയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഭാര്യ നേരെ വേണം നോക്കാൻ കഴിയാത്തവൻ മറ്റുള്ളവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വരണ്ട. എന്റെ ഭാര്യ പറയട്ടെ, അവൾക്ക് എന്ത് കുറവാ ഞാൻ വരുത്തിയിട്ടുള്ളതെന്ന്. ഞങ്ങൾക്ക് കുഞ്ഞില്ലാതെ പോയതേ അത് എന്റെ കുറ്റം കൊണ്ടല്ല. എന്നിട്ട് ഞാൻ അവളെ നോക്കുന്നില്ലേ? നോക്കുന്ന കാര്യമൊന്നും ദിനേശൻ പറയണ്ട. എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചുവിടാനുള്ള മോഹം ദിനേശൻ മനസ്സിൽ വെച്ചാൽ മതി. എന്തായാലും ഉള്ളിലിരിപ്പൊക്കെ പുറത്തു വന്നല്ലോ. മരണം വരെ കവിത ഈ മംഗലശ്ശേരി തന്നെ ഉണ്ടാവും. ആ സഞ്ജു, നീ ഇത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പച്ചിക്ക് ഇങ്ങനെ ജീവിക്കാനേ ഇഷ്ടം. അതിലൊരു നിരാശയും എനിക്കില്ല.
അയ്യോ, ഈ കൈ വെച്ചിട്ട് കഴിക്കാൻ പാടാണല്ലോ. ഇങ്ങതാ, ഞാൻ വാരിത്തരാം. ഇനി എന്നും അമ്മ എനിക്ക് ഇതുപോലെ വാരി തന്നാ മതി. ഞാൻ അമ്മുവിന്റെ കുഞ്ഞായിട്ടിരുന്നോളാം. ദാ. ഹലോ, ഈ നേരത്തെ എന്താ ഒരു വിളി? നീ ഭക്ഷണം കഴിക്കണോ? ഞാൻ കൈയും കെട്ടിയിരുന്ന് കഴിക്കുക. അമ്മു എനിക്ക് വാരിത്തരുന്നത്. അമ്മുവിന്റെ കൈ കൊണ്ട് കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആണെന്നോ. അമ്മു നിനക്കെന്തിനാ വാരി തരുന്നത്? സത്യാ സഞ്ജു, അമ്മുവിനെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ കയറിയതാ. എന്റെ വിരളൊന്ന് മുറിഞ്ഞു. സഞ്ജു വിളിച്ച കാര്യം പറ. ഈവനിങ് സ്വാതി ഒന്ന് പുറത്തു വാ. നിനക്ക് ഒരു സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതെന്താ? അതിപ്പോ പറയില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല സഞ്ജു. ശരി, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ ഓക്കെ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഗൗതം മേനോൻ പുറം ലോകം കാണുകയാണ്. അത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. സഞ്ജുവിന്റെ മുന്നിൽ അനിയത്തിയെന്നും പറഞ്ഞ് ഇവളെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താനല്ലേ അവൾ ശ്രമിച്ചത്. അതിനവൾ ആരാ? ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ വില മാത്രമേ അവക്കുള്ളൂ. ജോലിക്കാരി ആ സ്ഥാനത്ത് മാത്രം നിന്നാ മതി. ആ പെണ്ണ് ഇവിടെ വന്നതിന് ശേഷം എനിക്കും എന്റെ മകൾക്കിടയിൽ ഒരു മതില ഉണ്ടായത്. എന്നോട് അവള് മനസ്സ് തുറന്ന് ഒന്ന് മിണ്ടുന്ന പോലുമില്ല. എന്തിനും ഏതിനും ഒരു അമ്മു. എനിക്ക് സഹി കെട്ടു. എന്താടോ താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? താൻ അവളുടെ അമ്മയല്ലേ? പ്രഭയ്ക്കത് പറയാം. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരച്ഛൻ അറിയണമെന്നില്ല. അമ്മോനോട് താൻ അടുപ്പം കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിന്? ഊരും പേരും അറിയാത്ത ആ പെണ്ണെന്റെ ആരാ? ശ്രീകുട്ടിക്ക് അവൾ അനിയത്തിയാണെന്ന് വെച്ച് ഞാൻ അവളെ പ്രസവിച്ചതാവണമെന്നുണ്ടോ? ഒന്ന് പതുക്കെ പറ. എന്റെ വീട്ടിൽ ഞാൻ ഭയക്കണമെന്നായോ? ഷൂ പോളിഷ് ചെയ്തും ഡ്രസ് അയൺ ചെയ്തും പ്രഭയുടെ മനസ്സിൽ അവള് കയറി കാണും. ഇനി മോളേന്നൊരു വിളിയും കൂടെ വന്നാ മതി. പക്ഷെ ഞാനതിന് തുനിഞ്ഞാൽ വിവരം പുറത്തറിയോന്ന് പേടിച്ചിട്ടാ. എന്നെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എങ്കിലും മനസ്സ് പലപ്പോഴും കൈവിട്ടു പോയിരുന്നു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷങ്ങളാ കഴിഞ്ഞു പോയത്. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഗൗതം ജയിലിലേക്ക് പോയതല്ലേ. 5 വർഷങ്ങൾ 5 മാസം പോലെ കടന്നുപോയില്ലേ. നമുക്കൊരു ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അത് തുടങ്ങാൻ സമയമായിട്ടില്ല ഗൗതം. എനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് എണ്ണം പറഞ്ഞ് കണക്ക് തീർത്തിട്ട് മതി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി. കവിത ജീവിക്കുന്നത് ഒരു മഹാറാണിയെ പോലെ ആകണം. മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സ് എന്റെ ഈ കൈവെള്ളയിലിരിക്കണം. ഗൗതമിന്റെ വരവിനു വേണ്ടി ഞാൻ കാത്തിരുന്നത് ഒരു ജീവിതം മാത്രം മോഹിച്ചിട്ടല്ല,
എന്റെ ജീവിതം ചവിട്ടിയരച്ച ആരും പിന്നെ ഇവിടെ ഉണ്ടാവരുത്. അപ്പോ ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന് സാരം. ഒന്നിച്ചൊരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട ദിവസം തന്നെ ഗൗതമിന്റെ കൂടെ എനിക്ക് വരാമായിരുന്നു. ഞാൻ ഒരാളെ വിവാഹം ചെയ്ത വിവരം എന്റെ വീട്ടുകാരും അറിയുമായിരുന്നു. നീ പറയുന്നത് ശരിയാ. അവിടെ നമ്മള് തോറ്റുപോയനെ. ഒരു ജയിൽ പുള്ളിയായ എനിക്ക് ഇനിയൊരു ജീവിതമാർഗം കണ്ടെത്തുക അത്ര എളുപ്പമല്ല. നമുക്ക് ഈ ഒളിച്ചുകളി തുടർന്നേ പറ്റൂ. അതെ ഗൗതം, എന്റെ ലക്ഷ്യത്തിലെത്തുന്നവരെ പഴയതുപോലെ നമുക്ക് ജീവിക്കാം. ഗൗതം നിഴൽ പോലെ എന്റെ പിന്നിലുള്ളത് ഇനിയുള്ള എന്റെ നീക്കങ്ങൾക്ക് കരുത്താണ്. നമുക്കിതൊരു ഫൈനൽ ഗെയിം പോലെയാണ്. എന്റെ മനസ്സില് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. നിലവിലെ സ്ഥിതിഗതികളെല്ലാം വിശദമായിട്ട് എനിക്കറിയണം. എങ്കിൽ മാത്രമേ എന്റെ ഒളിപ്പോര് എവിടെ നിന്ന് എപ്പോ തുടങ്ങണമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. കോളെടുക്ക്. അതൊരു സുഹൃത്താ. ഓ, ചേച്ചിയുടെ വരവും കാത്തിരുന്ന് കടന്നുറങ്ങുന്നു കണ്ടില്ലേ ഇവിടെ. ആ വാ. എന്താ ഇത്രയും വൈകിയത്? ഞങ്ങളൊരു റെസ്റ്റോറന്റിലാ പോയത്. അവിടെ കവിതകളേമി ഉണ്ടായിരുന്നു. എന്നാ ചെല്ല്. അമ്മ ഇവിടെ? ഞാൻ വരാതെ അമ്മ ഉറങ്ങുന്നതല്ലോ. ദാ നോക്ക്. അമ്മു, ചേച്ചി, ചേച്ചി വന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ബെല്ലടിച്ചതും കേട്ടില്ല. അതിന് ഞാൻ ബെല്ലടിച്ചില്ലല്ലോ. അമ്മയാ വാതിൽ തുറന്നത്. നീ ഭക്ഷണം കഴിച്ചോ? ചേച്ചി വരട്ടെ എന്ന് കരുതിയിരുന്നതാ. എനിക്ക് വേണ്ടി നീ വിശന്നിരുന്നല്ലോ അമ്മു. ഞാൻ കഴിച്ചിട്ടാ വരുന്നത് നിനക്കറിയില്ലേ? വാ, നിനക്ക് ഞാൻ വിളമ്പിത്തരാം. ചേച്ചി പോയിക്കോ, ഞാൻ കഴിച്ചോളാം. നീ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വാ ഇങ്ങോട്ട് വാ. സ്വന്തം അമ്മയെ കണ്ട ഭാവമില്ലേ. കൊണ്ടുപോയിരുത്തി വാരി കൊടുക്ക്. തിരിഞ്ഞ് അവള് നിന്റെ കയ്യിൽ കൊത്തുമ്പോഴേ നീ പഠിക്കൂ. കാഞ്ചനയുടെ വാക്ക്. എന്റെ കുട്ടിയെ നിങ്ങൾ കുറച്ചൊന്നും അല്ലല്ലോ ദ്രോഹിച്ചത്. എന്റെ കുട്ടി എന്നെ കാണാൻ വന്നപ്പോഴും ഇവിടെ ഇട്ട ആ കാലൻ കൊല്ലാക്കൊല ചെയ്തു. നീയൊക്കെ അത് കണ്ടോണ്ട് നിന്നു. ഈ വീട് നശിച്ചു പോവാൻ ഒരു കാലത്തും ലച്ച് ശവിക്കില്ല. പക്ഷെ അവളുടെ കണ്ണീര് വീണ ദൈവത്തിന് പോലും പൊറുക്കാൻ കഴിയില്ല. ആരും നിങ്ങളെ ചതിച്ചതല്ല അന്തവല്ലി. ദൈവം കണക്ക് ചോദിച്ചതാ. കാണാനും അനുഭവിക്കാനും കിടക്കുന്നതേ ഉള്ളൂ, കുറച്ചൊന്നും അല്ലല്ലോ. ലച്ചുന്റെ വില ഇപ്പോഴെല്ലാരും അറിയുന്നേ. നിർത്തടി. എന്തായാലും അവളൊരു വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ. അതെന്താ നീ ഓർക്കാത്തത്? അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിയത്. അവളെ സന്തോഷത്തോടെ കെട്ടിച്ചു വിട്ടിരുന്നെങ്കിൽ എന്നും ഈ വീടിന് വേണ്ടി അവള് പ്രാർത്ഥിച്ചേനെ. അതിന്റെ ഗുണം ഉണ്ടായേനെ. ലച്ചു നാടിന്റെ മകളായിരുന്നു. വീടിന്റെ മകളായി കാണാൻ ഇവിടെ ആർക്കും കഴിയാതെ പോയി. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വഴിപാട് നടത്തുമ്പോ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കേണ്ടതാ. അതിന്റെ ഇടയ്ക്ക് എങ്ങോട്ടാ പോയത്? മോളെ ശ്രീകുട്ടി, നീ തനിച്ചേ വന്നുള്ളൂ? ഞാൻ തൊഴാൻ വന്നതല്ല. വീട്ടിൽ നിൽക്കുന്ന കുട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. അവളെ കൂട്ടിക്കൊണ്ടാ വന്നേ. മോളെ, ദിനേശേട്ടനെ കണ്ടായിരുന്നോ? ഞാൻ രസീത് വാങ്ങാൻ പോയ നേരത്ത് ആളെ കാണാനില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളേമേ.
മോളെ പൂജ നടക്കാറായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഇളയമേ. സഞ്ജു തമാശ പറയണോ? ഇതാണോ അപ്പച്ചി തമാശ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അതിന് അന്ന് മുകുന്ദൻ ധരിച്ച ഡ്രസ് ഇപ്പോഴും ഉണ്ടോ? അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കേടും വന്നിട്ടില്ല. ഒരു തെറ്റുമില്ല. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇങ്ങനൊരു ചടങ്ങിന് ആരെങ്കിലും സ്വന്തം പ്രായത്തേക്കാൾ പഴക്കമുള്ള ഡ്രസ്സ് ധരിക്കോ? അത് പഴങ്കോടിയാ. ആരാ നിനക്ക് ഉപദേശിച്ചു തന്നത്? ഓരോ വെഡിങ് ആനിവേഴ്സറിക്കും അമ്മ ആ ഡ്രസ്സുകളെടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴഞ്ചനായതെല്ലാം തള്ളിക്കളയാൻ പറ്റും മുത്തശ്ശി. അങ്ങനെയെങ്കിൽ പ്രായമായവരെയും ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയേണ്ടി വരില്ലേ? സഞ്ജു, നീ എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്. ആഡംബരത്തേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് എനിക്ക് വിലപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പഴയ കാര്യങ്ങളോട്. അത് മനുഷ്യരായാലും വസ്തുക്കളായാലും. നമ്മൾ വൃദ്ധരാണെന്ന സത്യം വസുമതി മറന്നു. എനിക്കിതുപോലൊരു പേരക്കുട്ടിയെ കിട്ടിയത് എന്റെ മുജ്ജമ്മ സുഹൃതോ. ഇത് സെപ്റ്റിക്കായല്ലോ. അമ്മൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാ? അയ്യോ, അതിന്റെ കാര്യമൊന്നുമില്ല ചേച്ചി. മുറിവുണ്ടായാല് പച്ചിലച്ചാറ പിഴിഞ്ഞൊഴിക്കാറ്. കുറച്ച് തൊലി പോയതിനാ ഈ ബഹളം. കേൾക്കുന്നവർക്ക് തോന്നും എന്തോ വലിയ ആക്സിഡന്റ് സംഭവിച്ചെന്ന്. ഒന്നും വേണ്ട ചേച്ചി, ഇത് കരിഞ്ഞോളും. മോൾ അവൾക്ക് ഓയിൽമെന്റ് പുരട്ടി കൊടുക്കുക. ബാഗ് തട്ടിയെടുത്ത കള്ളൻ അമ്പലത്തിൽ തൊഴാൻ വന്നെന്ന്. ആ സമയം ബോധോദയുണ്ടായ പോലെ ആരോടും പറയാതെ ഇവളും അങ്ങോട്ട് ചെന്നെന്ന്. ഇതൊക്കെ എന്ത് കഥയാ പ്രഭേ? അവള് കള്ളം പറയില്ല. അടുത്ത ക്ഷേത്രം ഉണ്ടോന്ന് അവൾ ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു. പിന്നെന്താ, ഞാൻ പറയുന്നതാണോ കള്ളം? അവൾ അവിടെ പ്ലാൻ ചെയ്തതുപോലെ ആരെയോ കാണാൻ പോയതാ. അതിനിടയിൽ തെന്നി വീണിട്ടുണ്ടാവും. ശ്രീകുട്ടിയെ കണ്ടപ്പോ പിന്നെ അവള് വീണത് വിദ്യയുമാക്കി. താൻ ഈ ഊഹാ കഥയൊന്ന് നിർത്ത്. താനൊന്ന് വന്നേ. വാടോ. എല്ലാവരും എതിർപ്പ് പറയുമ്പോ മോൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. അമ്മയ്ക്ക് അച്ഛന്റെ ഷർട്ട് മുണ്ടും തരാൻ പ്രയാസമുണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. എന്റെ അച്ഛന്റെ സാന്നിധ്യ ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്ന. എനിക്ക് മനസ്സിലായി മോനെ. അമ്മ ഒന്ന് താ. വർഷങ്ങൾ കുറെ ആയിട്ടും ഇത് പുതിയതുപോലെ തന്നെ ഉണ്ടല്ലോ അമ്മേ. അമ്മ ഇതൊന്ന് അയൺ ചെയ്തെടുത്താ മതി. അതിനു മുൻപ് അതല്പം വെയില് കൊള്ളിക്കാനുണ്ട്. പിന്നെ ഷർട്ടിന്റെ വലിപ്പവും കുറയ്ക്കണം. അത് പിന്നെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയമ്മേ. അമ്മയുടെ കൈത്തുന്നലൂടി ആവുമ്പോ അച്ഛന്റെ ഷർട്ട് മോന് പാകാവും. തരൂ. ഈ സ്ഥലം ഡയറി സർക്കിളിന്റെ മറ്റൊരു ഭാഗമാ. വാ, നമുക്ക് നടന്നു നോക്കാം. ഈ വഴിയ ചേച്ചി അന്ന് ഞാൻ ജോലി അന്വേഷിച്ച് നടന്നത്. ആ കള്ളന്റെ വിഹാര കേന്ദ്രം ഇത് തന്നെ. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവനൊരു ഹൈടെക് കളനാ. നമുക്കേ ഈ സർക്കിൾ ഒന്ന് ചുറ്റി നോക്കാം. ഇന്നവനെ പിടിച്ചേ പറ്റൂ. അമ്മ ഇവിടെ നിക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഇവിടെ നിക്കാം. ഇതിന്റെ ഒരു നൂലേഴ് ആരെങ്കിലും വെട്ടിയാ കഴിഞ്ഞ വെട്ടും. എന്നാൽ അതൊന്ന് കാണട്ടെ. എന്റെ കൊച്ചുമാൻ ഈ പഴയ ഡ്രസ്സിട്ട് വിവാഹ നിശ്ചയത്തിന് വരാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എന്റെ മകനായിട്ടാ നിങ്ങളുടെ കൊച്ചുമോനായത്. അത് മറക്കണ്ട.
അവന്റെ പേരിലല്ലേടി നീ ഈ വീട്ടിൽ കഴിച്ചു തൂങ്ങി കിടക്കുന്നത്. മുകുന്ദേട്ടൻ മരിച്ചപ്പോ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ്. നിങ്ങൾ എന്തിനു മടിക്കുന്നു? അതിപ്പോഴും ആവാലോ. പക്ഷെ ഞാൻ തനിച്ചാവില്ല ഈ വീടിന്റെ പടി ഇറങ്ങുന്നത്. എന്റെ കൂടെ എന്റെ മോനും ഉണ്ടാവും. നീ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, എന്റെ മകന്റെ നന്മയ്ക്ക് വേണ്ടിയാ 26 വർഷം ഞാൻ നിശബ്ദയായി ജീവിച്ചത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. വെല്ലുവിളിയാണല്ലേ? നിങ്ങൾ എന്നോട് കാണിച്ചതൊക്കെ ഞാൻ എന്റെ മോനോട് പറയുന്നത് എങ്ങനെ വെല്ലുവിളിയാവും? മകനെ മുന്നിൽ നിർത്തി ഞങ്ങളെ അടക്കി നിർത്താമെന്ന് നീ കരുതണ്ട. നിന്റെ മകൻ നിന്നെ തള്ളിപ്പറയുന്ന ദിവസത്തിന് വേണ്ടിയിട്ടാ കവിത കാത്തിരിക്കുന്നത്. അമ്മ വാ. ഈ തെരുവിൽ ജീവിക്കുന്നവളോടൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം? പറയാൻ പാടില്ലാത്തതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു പോയത്. എനിക്ക് അങ്ങനെയൊരു തെറ്റുപറ്റിപ്പോയതിൽ കുറ്റബോധമുണ്ടച്ഛ. ഇതാണോ മോളെ തെറ്റ്? നിന്റെ ഭർത്താവിന്റെ കൈമുറിക്കുന്നതിന് തുല്യവാ അവര് ചെയ്തത്. വസുമതിക്ക് എങ്ങനെ അതിന് മനസ്സ് വന്നു? കൊള്ള 4 നൂറ്റാണ്ട് പഴക്കമുള്ള തുണികളാരും കീറിക്കളയില്ലേ? ഇവർക്ക് പിടിച്ചു നിൽക്കാനേ അതൊക്കെ സൂക്ഷിച്ചു വച്ചേ മതിയാവും. ക്ഷമിക്കാൻ കഴിയാത്ത മഹാപരാധം ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട അച്ഛ. അവിടെ തീർക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ നീ ഇവിടെ വന്ന ആളി പടർത്തി വിട്ടത്? എന്നിട്ടൊരു പുണ്യവതി ചമയലും. ശ്രീദേവി പരിഭവം പറയാൻ വന്നതല്ല. വസുമതി, മാപ്പർഹിക്കാത്ത തെറ്റിനാ നീ കൂട്ടുവന്നത്. നീ ഇത്രത്തോളം അധപ്പതിക്കുമെന്ന് ഞാൻ കരുതി. മകന്റെ കൈവെട്ടാൻ പോയ ഒരമ്മ. നിങ്ങളിൽ നിന്നേ ഇതിൽ കൂടുതലൊന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളാണല്ലോ ഇവക്ക് ഗീതോപദേശം നൽകുന്നത്. എന്റെ ഉപദേശം ശ്രീദേവി ചെവിക്കൊണ്ടിരുന്നെങ്കിൽ ഇക്കാലം അത്രയും അവൾക്കവിടെ നരകിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. മകന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി അവൾ സന്തോഷം നടിച്ചു. ശ്രീദേവി ശബ്ദിച്ചിരുന്നെങ്കിൽ നീയും നിന്റെ മക്കളും വാ തുറക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ. നീ ഇതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിൽ അടുക്കളക്കാരിയായി നിന്നിട്ടുണ്ട്? ഇല്ല. അല്ല, നീ ഒരു ചായ ഉണ്ടാക്കിയ പോലും ഇവിടെയുള്ളവർ നിന്റെ കൈപുണ്യം വാഴ്ത്തുന്നതുകൊണ്ട് ചോദിച്ചതാ. വീട്ടിലായിരുന്നപ്പോ ഞാൻ എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട്. ഏത് വീട്ടില്? വല്യമ്മയുടെ വീട്ടില്. ഓ, അപ്പൊ അവിടെ നീ അടുക്കളപ്പണിക്കാരിയായിരുന്നല്ലേ? ആ നാട്ടിൽ വന്ന ഏതോ വരത്തന്റെ കൂടെ നീ ചാടിപ്പോന്നതല്ലേടി? എന്റെ അദ്ദേഹം കല്യാണം കഴിച്ചതാ. പിന്നെ എവിടെ നിന്റെ ആ അദ്ദേഹം? നീ ഒന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം? എന്റെ മോൾക്ക് വകതിരിവില്ലാതായിപ്പോയി. താലി കഴുത്തിലിട്ട് ഭർത്താവില്ലാതെ കഴിയുന്ന നീ ഒരു അപശകുനം തന്നെ. പ്രശ്നം എനിക്കല്ല, നിന്റെ അമ്മയ്ക്കാ, ശ്രീദേവി അമ്മയ്ക്ക്. നീ കരുതുന്ന പോലെ ഒരു വില നിന്റെ അമ്മയ്ക്ക് ഈ വീട്ടിലില്ല. മുത്തശ്ശനല്ലാതെ ഇവിടെ ആരും നിന്റെ അച്ഛന്റെ ഭാര്യ എന്ന സ്ഥാനം ശ്രീദേവി അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. എടാ, എന്റെ അമ്മയെ പറ്റിയാണോ നീ പറയുന്നത്? അതേടാ, ഇതൊന്നും ഒരിക്കലും നിന്നോട് പറയരുതെന്ന് ശ്രീദേവിയും എന്നെ വിലക്കിയിരുന്നു. നീ എന്തെങ്കിലും അറിഞ്ഞു പോയാ അമ്മയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങുമെന്ന ആ പാവം കരുതിയത്. പാവപ്പെട്ട വീട്ടിലൊരു പെണ്ണിനെ നിന്റെ അച്ഛൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതിന്റെ ശിക്ഷയാ നിന്റെ അമ്മ അനുഭവിക്കുന്നത്. നിനക്കറിയോ സഞ്ജു, നിന്റെ വലിയ പച്ചി ഈ വീട്ടിലേക്ക് വരാൻ മുന്നോട്ട് വെച്ച ഡിമാൻഡ് നടന്ന് അവര് വരുമ്പോ നിന്റെ അമ്മയുടെ മുഖം കണ്ടുപോരുന്നത്. വല്യപ്പച്ചി പോവും വരെ ശ്രീദേവി അമ്മ മുറിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. വല്യപ്പച്ചി വരുമ്പോ സ്വീകരിക്കാൻ ഉണ്ടാവണമെന്ന് ഞാൻ അമ്മയോട് പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ട് അമ്മയോട് പോയി. അമ്മേ, എന്താ അമ്മേ? പെട്ടെന്ന് ഒരു സുഖക്കുറവ് തോന്നി, അതാ കയറി പോകുന്നത്. സഞ്ജു, നിനക്കറിയോ 26 വർഷം മുമ്പ് വല്യപ്പച്ചി പിണങ്ങി ഈ വീട് വിട്ടു പോകാനുള്ള കാരണം നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്നതാ. മോനെ, എന്തോടാ
എന്താ കാണിക്കുന്നത്? എന്തിനാമ്മ എനിക്കിങ്ങനെ ഒരു ശിക്ഷ തന്ന്? എന്താടാ മോനെ? സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ വൈകിപ്പോയ ഒരു മകനായ ഞാൻ. ഒരമ്മ 10 മാസം തന്റെ കുഞ്ഞിനെ ഉദരത്തിലെ ചുമക്കാറ്. എന്റെ അമ്മ 26 വർഷം ചുമന്ന സങ്കടവും വേദനയാണ് എന്റെ 26 വർഷങ്ങൾ. ഞാനിനി എന്തിനു ജീവിക്കണം ദൈവമേ? എനിക്കാകെ ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ കാലന്മാര് കൊണ്ടുപോയില്ലേ? തൊള്ള തോർക്കാതെടി. അകത്ത് കിടക്കുന്ന തള്ള തട്ടിപ്പോയെന്ന് കരുതി നാട്ടുകാർ ഓടിക്കൊടുക്കും. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ അത് കൊണ്ടുപോയമാരുടെ തലയിൽ ഇടുത്തി വീഴും. എടി എഴുന്നേറ്റ് പോകാനാ പറഞ്ഞേ. എനിക്കിവിടെ കിടന്ന് ചത്താ മതി. ശ്രീജെ, നിന്നോടാ പറഞ്ഞത് ബാബൂട്ടൻ. നിന്റെ സ്വർണം മാത്രമല്ല, ഇവിടുത്തെ പണവും പോയിട്ടുണ്ട്. ആരുടെ പണം റേഡിക്കൊണ്ട് പോയത്? നാട്ടുകാരെയും സർക്കാരിനെയും പറ്റിച്ചും വെട്ടിച്ചും നിങ്ങളുടെ അളിയനുണ്ടാക്കിയ കൊള്ള മുതല്. അതുപോലെ അല്ല എന്റെ സ്വർണം. അത് കൊണ്ടുപോയാലേ മനസ്സ് പൊള്ളും. ഇനി നീ നാവ് ഉയർത്തിയാ നിന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. നിങ്ങൾക്ക് എന്നെ ചീത്ത പറയാനും തല്ലാനും മാത്രമല്ല അറിയൂ. എന്റെ വീട്ടുകാർ എനിക്ക് തന്ന സ്വർണം മോന് കിട്ടിയ സ്ത്രീധനാണെന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ അമ്മ വാങ്ങി അലമാരിൽ വെച്ച് പൂട്ടിയത്. അതൊക്കെ എന്റെ കയ്യിലിരുന്നെങ്കിൽ ഒരുത്തരും കൊണ്ടുപോയില്ലായിരുന്നു. നിന്നെ ഞാനിന്ന് കുറെ നേരമായി. തല്ലിക്കോ, ഇനി കൊന്നേക്കണം. അതും കൂടിയല്ലേ ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾക്കൊന്നും പെണ്ണിന്റെ വില എന്താന്ന് അറിയില്ല. അതറിയായിരുന്നെങ്കിൽ എന്നെ വിട്ടിട്ട് ചവിട്ടി തേക്കില്ലായിരുന്നു. ആ പാവം പെണ്ണിനെ പിടിച്ച് അവളുടെ തന്തയാവാൻ പ്രായമുള്ള നിങ്ങളുടെ അളിയനെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച സമയം മുതൽ തുടങ്ങിയ കാലക്കേടായത്. അവളോട് മാപ്പ പറഞ്ഞ് വിളിച്ചോണ്ട് വാ, ഈ പ്രശ്നങ്ങളൊക്കെ തീരും. അതിന് കഴിയോ നിങ്ങക്ക്? ലച്ചു ഈ വീട്ടില് കാലുകുത്താതെ ഒരു കാലത്ത് ഈ വീട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഇതിനകം എത്ര തിരിച്ചടികളാ നേരിടേണ്ടി വന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമേ? നമ്മുടെ വരുതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ വല്ലതും ആണോ? എല്ലാം നമ്മുടെ വരുതിയിൽ തന്നെ നിൽക്കും. നാട്ടുകാരുടെ മുന്നിൽ നഷ്ടപ്പെട്ട അഭിമാനം നമുക്ക് തിരിച്ചു പിടിക്കാനും കഴിയും. അതിനൊരു വഴിയേ ഉള്ളൂ. ശ്രീജ പറഞ്ഞ പോലെ ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരണം. ശങ്കരശാസ്ത്രികൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായി വരിക. ലച്ചു വീട് വിട്ടുപോയാൽ നമ്മുടെ ഐശ്വര്യം കൂടെ പോകുമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചു. ഭാഗ്യദേവത പടിയിറങ്ങിയപ്പോ തച്ചിലേടത്ത് മച്ചിൽ കേറിക്കൂടിയിരിക്കുന്നത് മൂദേവിയാ. അവളിവിടെ വന്നപ്പോ നയത്തിലെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. അവളിപ്പോ എവിടാന്ന് പോലും അറിയില്ല. അവൾ എവിടെയുണ്ടെങ്കിലും തിരികെ കൊണ്ടുവരാതെ നമുക്ക് ഈ കാലക്കേടിൽ നിന്ന് കരകയറാനാവില്ല. മുങ്ങിത്താണോണ്ടിരിക്കുക നമ്മള്. ഒരു കുടുംബം പോലും ഇല്ലാത്ത നരേന്ദ്രന് നോക്കാനൊന്നുമില്ലെന്ന് നിനക്കറിയാലോ. അവനെ പോലല്ല നീ വേണം അവളെ ഇവിടെ കൊണ്ടുവരാൻ. അടിക്കടി കാണാനും വിളിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലെന്ന് ഗൗതം മനസ്സിലാക്ക്. എനിക്ക് ഈ ലോകത്ത് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? താമസിക്കാൻ ഒരു വീടും ഒരു കാറും ഒരു ഫോണും നീ വാങ്ങി തന്നാ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണോ നിന്റെ വിചാരം? ഗൗതം അനുഭവിക്കുന്ന ഒറ്റപ്പെടലൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒറ്റപ്പെടൽ എനിക്ക് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അത് അനുഭവിച്ചവൻ തന്നെയാ ഞാൻ. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴുള്ള ഈ ഒറ്റപ്പെടലുണ്ടല്ലോ, അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അന്ന് സഞ്ജുവിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു. പിന്നീട് ഒരു സംഭവം ഉണ്ടായി. അന്ന് ഗൗതം കാറിലൂടെ സിഗരറ്റ് ലൈറ്റർ മറന്നു വെച്ചിട്ട് പോയി. ഞാനത് ശ്രദ്ധിച്ചില്ല. അതേപ്പറ്റി ഇവിടെ സംസാരം ഉണ്ടായി. അത് ദിനേശന്റെയാണെന്ന് നീ അങ്ങോട്ട് പറയണം. അതുപോലെ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വിട്ട് പോയാലോ എന്ന് തന്നെ ഞാൻ ആലോചിക്കുക. ഗൗതം പ്ലീസ് വിട്ടിത്തും പറയാതിരിക്കുക. സഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബിസിനസിന്റെ മുഴുവൻ കൺട്രോളും എന്റെയും വലിയച്ഛനെയും കയ്യിൽ വരും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അതിനു മുമ്പ് ഒരു നീക്കവും ഗൗതം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഹലോ ഗൗതം. സഞ്ജു, അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോവാത്ത ദിവസങ്ങളില്ല. ഞാൻ ദൈവവിശ്വാസി അല്ലാതായത് എന്റെ അച്ഛനെ തട്ടിയെടുത്ത ദൈവത്തോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. എന്റെ അമ്മ പറയുമായിരുന്നു,
നിന്നെ നോക്കാൻ ഇവരൊക്കെ ഏൽപ്പിച്ചിട്ടാ നിന്റെ അച്ഛൻ പോയെന്ന്. പക്ഷെ എനിക്കില്ലാതായത് എന്റെ അച്ഛനെ അല്ലേ. പക്ഷെ വല്യപ്പച്ചയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. ദേഷ്യം കൊണ്ട് വല്യപ്പച്ചി അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോയതാ. അതിന് മറ്റുള്ളവരെയാണോ പഴിക്കേണ്ടത്? ഇനിയും എന്റെ അമ്മയോടുള്ള വെറുപ്പം കൊണ്ട് നടക്കണം. എനിക്ക് രണ്ടപ്പച്ചിമാരല്ല, ഒരപ്പച്ചി കൂടി ഉണ്ടെന്നും ആ അപ്പച്ചി എന്നെങ്കിലും മോനെ മാത്രം അംഗീകരിക്കുമെന്നും നിറ കണ്ണുകളോടെ എത്രയോ വട്ടം പാവ എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. വല്യപ്പച്ചിയോട് വെറുപ്പ് കുത്തിക്കേറ്റാനല്ല എന്റെ അമ്മ ശ്രമിച്ചത്, സ്നേഹിക്കാനാ. ഇനി എന്റെ അമ്മയോട് വല്യപ്പച്ചിക്ക് വെറുപ്പാണെങ്കിൽ ആ അമ്മയുടെ മോനായ എന്നോടും അത് മതി. ഞങ്ങൾ വെറുക്കപ്പെട്ടവർ തന്നെയാ. നിന്റെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും ഒരു അമ്മയാവുന്നത് എങ്ങനെയാ മോനെ? അമ്മേ, അപ്പച്ചി വന്നത് അമ്മയെ കാണാനാ. എനിക്കിപ്പോ ശ്രീദേവിയോട് ഒരു പിണക്കവും ഇല്ല. പിണക്കമൊക്കെ ദേ നമ്മുടെ ഈ രണ്ടു മക്കളും അലിയിപ്പിച്ചു കളഞ്ഞു. എനിക്കിനി മരിച്ചാലും വേണ്ടൂല കാഞ്ചന. അനവസരത്തിൽ മുതിർന്നവരുടെ മുന്നിൽ വെച്ച് എന്റെ മുൻ പറഞ്ഞു പോയ ഓരോ വാക്കിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ശ്രീദേവി വിഷമിക്കണ്ട. എനിക്ക് സഞ്ജുവിനോട് ആദരവാ തോന്നിയത്. അവൻ ഇതൊക്കെ ഇപ്പോഴെങ്കിലും അറിഞ്ഞതിന്റെ സന്തോഷം എനിക്കുള്ളത്. ഞാനും പ്രഭയും ശ്രീദേവിയുടെ മുന്നിൽ നിൽക്കുന്നത് ദേ ഞങ്ങളുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ശ്രീദേവിയെ സന്തോഷത്തോടെ ക്ഷണിക്കാനാ. സഞ്ജുവിനെ പോലൊരു മകനെ പ്രസവിച്ച ശ്രീദേവി ഭാഗ്യവതിയെ. ആ മകനെ മരുമകനായി കിട്ടുന്നതിന് ഞങ്ങളും ഭാഗ്യം ചെയ്തവരെ. ഇനി നമുക്കിടയിൽ പിണക്കമോ അകൽച്ചയോ ഒന്നുമില്ല. എല്ലാം ഇവിടെ അവസാനിച്ചു. വല്യപ്പച്ചിക്ക് ഇത്രയും വലിയൊരു മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ സ്വാതിയുടെ വിരലിൽ എൻഗേജ്മെന്റ് റിംഗ് അണിയിക്കുമ്പോ അമ്മയുടെ മുഖത്ത് കാണുന്ന സന്തോഷം വല്യപ്പച്ചി എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. വലിയ മനസ്സ് നിന്റേതാ മോനെ. എന്നാ നമുക്കിനി താഴേക്ക് പോവാം. ശരി ശ്രീദേവി. ഗൗതം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിയാണ്, നമ്മളിങ്ങനെ ഒളിച്ചു കണ്ടിട്ട് കാര്യമില്ല. ഒന്നിച്ചു നിൽക്കണമെങ്കിൽ നീ ഇപ്പൊ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാവണം. ഇതിനകം മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പുകളെ പറ്റി ഞാനൊരു അന്വേഷണം നടത്തി. ഓരോ സ്ഥലത്തും നീ പോലും അറിയാതെ സഞ്ജുവിന്റെ നോട്ടം എത്തുന്നുണ്ട്. അവന്റെ ഏറ്റവും വലിയ കരുത്ത് നീയാണെന്ന് നീ സ്വയം വിശ്വസിക്കുന്നു. അല്ല കവിത, അവന്റെ കരുത്ത് കമ്പനിയിലെ മുഴുവൻ സ്റ്റാഫുവാ. അവരിൽ പലർക്കും നിന്നോട് താല്പര്യമില്ല. നിന്നെ സന്തോഷിപ്പിക്കാൻ അവൻ ചിലപ്പോ പറയും അപ്പച്ചിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. സഞ്ജുവിന് എന്നെ വിശ്വാസമില്ല എന്നാണോ ഗൗതം പറഞ്ഞ് സ്ഥാപിക്കുന്നത്? ഒരിക്കലും അല്ല. നിന്നെ അവന് വിശ്വാസം മാത്രമേ ഉള്ളൂ. അതിന് പ്രധാന കാരണം നീ ആർക്കു വേണ്ടിയും സമ്പാദിക്കുന്നില്ല എന്ന തിരിച്ചറിവ് മാത്രമാ. അവന് നിന്നിലുള്ള ആ വിശ്വാസത്തെയാ നീ മുതലെടുക്കേണ്ടത്. ഗൗതത്തെ കൂടി എനിക്ക് കമ്പനിയിൽ കൊണ്ടുവരണം. നമ്മുടെ പ്ലാനുകൾ നടക്കണമെങ്കിൽ ഗൗതം എന്റെ കൂടെ തന്നെ വേണം.
എന്ത് പോസ്റ്റാ നീ എനിക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്? പോസ്റ്റ് എന്തായാലും ഗൗതമിന് സ്വീകരിക്കാൻ മടിയൊന്നുമില്ലല്ലോ. മടിയില്ല, എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം. ഞാനത് ചെയ്തിരിക്കും. സഞ്ജുവിന് കവിതയിലുള്ള വിശ്വാസം കൂടി എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രീജേ, അവള് പാല് വിറ്റതിന്റെ കാശ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇറങ്ങാം. ഒന്ന് നിന്നേ. കട്ടിലൊഴിയണോന്ന് ഞാൻ പറഞ്ഞത് കാര്യായിട്ട് തന്നെ. അപ്പച്ചി പറയുന്നത് അവരെ തീർത്ത് കളയണമെന്നാണോ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞൂട്ടനെ ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുക. നരേന്ദ്രൻ ജയിക്കാൻ വേണ്ടി അന്നേരം പറഞ്ഞതാണെന്ന് അവനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ സുഖവിവരങ്ങൾ അറിയാൻ ആരെങ്കിലും വന്നാ എല്ലാം അവര് പറയും. അമ്മ പറഞ്ഞ ശരിയാളിയാ. മുത്തശ്ശിക്കുണ്ടായി ഈ മാറ്റം നമുക്ക് ദോഷം ചെയ്യും. ലച്ചു എവിടെയോ സുരക്ഷിതയാണെന്നുള്ള വിശ്വാസം അവർക്കുള്ളത്. കുഞ്ഞൂട്ടൻ അവളും തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ട്. എന്നെ നിങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ സമയം നല്ലതല്ല. ഇനി ഇതും കൂടിയേ ബാക്കിയുള്ളൂ. ഒരു ജീവനെടുക്കാൻ നരേന്ദ്രന് കൈവറച്ചിട്ടൊന്നുമല്ല. കൊലപാതകമാണെന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കാൻ ആളുണ്ടെന്ന് പേടിച്ചിട്ടാ. അപ്പച്ചി എന്താ പാലുമായിട്ട്? നിനക്കിപ്പോഴേ ഭക്ഷണ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയില്ല. ദേ, ഈ പ്രായത്തിലെ ആരോഗ്യം കളഞ്ഞുള്ള പണിയൊന്നും വേണ്ട മോനെ. ദേ, നേരത്തും കാലത്തും ഭക്ഷണം കഴിക്കുന്നില്ല എന്നാ കാവേരി പറഞ്ഞത്. നമ്മുടെ തിരക്കും ടെൻഷനൊക്കെ അറിയുന്ന അപ്പച്ചി തന്നെ ഇത് പറയണം. സഞ്ജു പറയുന്നത് സത്യ. ഞാനും ഓവർലോഡ് വർക്കാ ചെയ്യുന്നത്. ഒരു ദിവസം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന 4-5 സൈറ്റ് വിസിറ്റ് ചെയ്യും. എനിക്കറിയാം വിശ്രമമില്ലാതെ അപ്പച്ചി ഓടി നടക്കുന്ന കാര്യം. സഹായത്തിനെ ഒരാളില്ലാതെ എനിക്ക് പറ്റില്ല. നമ്മുടെ പുതിയ പ്രോജക്റ്റില് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയം. അപ്പച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കൂടി അപ്പോയിന്റ് ചെയ്യാം. എന്താ? പി എ ആയിട്ട് മതി. ഞാൻ അന്വേഷിച്ച ഒരാളെ കണ്ടുപിടിക്കാം. അപ്പച്ചിയുടെ പകുതി ഭാരം കുറയും. ആളെ എനിക്കും കൂടെ ബോധ്യം. ഒരിക്കൽ തറവാടിന്റെ പടിയിറങ്ങുമ്പോൾ അനുഭവിച്ച വേദനയാണ് ഇന്നും എനിക്കുണ്ടായത്. മറക്കില്ലെന്ന് മനസ്സിനെ 100 വട്ടം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഞാൻ. You should be ready to achieve this feat within 6 months. സഞ്ജു, അപ്പച്ചി ഒരു മാറ്റർ ഉണ്ട്. ദിയ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ശരി മാം. താങ്ക് യു സർ. എന്താ അപ്പച്ചി? സഞ്ജു, രാവിലെ ഞാൻ പറഞ്ഞില്ലേ 1 മിസ്റ്റർ ഗൗതം മേനോൻ, അയാൾ വന്നിട്ടുണ്ട്. അപ്പച്ചി അസിസ്റ്റ് ചെയ്യാനല്ലേ? അയാളെ വിളിക്കൂ. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഐ ആം ഗൗതം മേനോൻ. നമ്മള് മുൻപ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ ആവാൻ വഴിയില്ല സർ. ഞാൻ 5 വർഷമായിട്ട് മറ്റൊരു സ്ഥലത്തായിരുന്നു. ഗൗതം മേനോന്റെ ബയോഡേറ്റയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ഞാൻ വെരിഫൈ ചെയ്തു. ആള് നിസ്സാരക്കാരനല്ല. പല പല കമ്പനീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മിൽമാക്സിൽ 5 വർഷം ഉണ്ടായിരുന്നു. അപ്പച്ചി ഓക്കെ ആണെങ്കിൽ മിസ്റ്റർ ഗൗതമിന് അപ്പോയിന്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തോളൂ. ഓക്കെ. അതിനുമുമ്പ് രാജീവേണ്ണായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. അതൊക്കെ ചെയ്തോളാം. നീ ഇരിക്കുന്ന ചെയറിൽ ഞാനിരിക്കൂടാ. അന്ന് എന്നെ പോലെ നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കും. നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങള് രാജീവേട്ടൻ വിവരിച്ചു തരും. ഇതൊരു ഫാമിലി ആയിട്ട് കാണണം. താങ്ക് യു സർ. എന്റെ എല്ലാ ആത്മാർത്ഥതയും ഉണ്ടാവും. ഗുഡ്. വരും. നിന്റെ ഫാമിലിയിലേക്കല്ലടാ മോനെ ഞാൻ വരുന്നത്. ഇതാരാ? അത് ദിനേശിനോട് എന്തിനു പറയണം? ഓ, അപ്പൊ ഇവരാണല്ലേ ദിനേശൻ. ഗൗതം വരൂ, രാജീവിനെ കാണും. ഗൗതം, ഇതേത് അവതാര? അങ്ങളെ, മോൻ ചോദിച്ച എസ്റ്റിമേറ്റ് ഫയൽ ആയത്? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, കവിതയ്ക്കൊപ്പം ഒരാളിപ്പോ പുറത്തോട്ട് പോയല്ലോ. അതാരാ മോനെ? അങ്കിൾ അപ്പച്ചിയോട് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു. ഒരു പരിഹാസ ചിരിയ നിന്റെ അപ്പച്ചിയുടെ മുഖത്തുണ്ടായത്. കവിതയ്ക്ക് ദിനേശനൊരു മണ്ടനാണല്ലോ. അല്ലെങ്കിലും എനിക്കാരും ഒരു വിലയും തരത്തില്ലല്ലോ. ഞാൻ എത്ര ആത്മാർത്ഥ കാണിച്ചാലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും വെള്ളത്തിൽ വരച്ച ഒരു വര പോലെയാണല്ലോ.
എന്നിട്ടാണോ അങ്കിളിനെ വിശ്വാസത്തിലെടുത്ത് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്ന? മോന് മാത്രമേ എന്നോട് അല്പമെങ്കിലും മതിപ്പുള്ളൂ. അത് ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പച്ചിയുടെ വർക്ക്ലോഡ് അങ്കിളിനറിയില്ലേ? അപ്പച്ചിയെ സഹായിക്കാൻ ഒരാള് PA ആയിട്ട് വേണമെന്ന് തോന്നി വെച്ചതാ. അപ്പച്ചിയുടെ സ്വഭാവം അറിയാലോ. തലനാരിഴ കീറി പരിശോധിച്ചിട്ടാ അപ്പോയിന്റ് ചെയ്തത്. നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും പിഴക്കില്ല. ഗൗതമിനെ സഞ്ജു കണ്ടിരുന്നെങ്കിലോ? എന്റെ വിറയൽ ഇതുവരെ മാറിയിട്ടില്ല. ദൈവം നമ്മുടെ ഭാഗത്താണ് തെളിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഈ ദേഷ്യം ഒന്ന് മാറ്റ്. നിന്നെ കാണാൻ തോന്നിയപ്പോ മനസ്സിനെ പിടിച്ചടക്കാൻ നോക്കിയിട്ടും കഴിഞ്ഞില്ല. ഞാൻ നിന്റെ രഹസ്യക്കാരനല്ല, ഭർത്താവാ. കുറെ കാലം ഈ ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ. മനസ്സിലിട്ട് സ്വപ്നങ്ങൾ താലോലിച്ച് ജീവിക്കാലോ. അമ്പടി കള്ളി, ഇതിനകത്ത് ആരോ ഉണ്ട്. ഇവളുടെ കള്ളത്തരം ഇന്ന് ഞാൻ പൊളിക്കും. അവൻ ആരാണെന്ന് എനിക്കറിയണം. എല്ലാം അവസാനിച്ചു. ആരാന്നൊന്ന് പോയി നോക്ക്. മറ്റാരുമല്ല, ശബ്ദം കേട്ടിട്ടേ ആ നാണം കിട്ടവനാ ദിനേശൻ. മരുന്ന് വാങ്ങാൻ അവൻ നടക്കുന്നു. കാതക തുറക്കാൻ. ഗൗതം മാറി നിൽക്ക്. അയ്യോ മുത്തശ്ശി, എന്തൊക്കെ മുത്തശ്ശി? മുത്തശ്ശിക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല മോനെ. അമ്മേ, അച്ഛാ, എളേച്ചാ, മുത്തശ്ശിക്ക് വയ്യ. മുത്തശ്ശി, മുത്തശ്ശി, എളേച്ചാ, മുത്തശ്ശി, എളേച്ചാ. എളേച്ചാ, എളേച്ചാ. എന്താടാ? മുത്തശ്ശിക്ക് വയ്യ, വേഗം വാ. മുത്തശ്ശി, 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 എന്തു പറ്റി മുത്തശ്ശി? മുത്തശ്ശിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ശ്രീയേട്ടത്തി, ഒന്ന് വേഗം വാ. മരുന്നിരിപ്പുണ്ടോ മുത്തശ്ശി? തീർന്നു മോനെ. എന്താ എന്തു പറ്റി? മുത്തശ്ശിക്ക് കലശലായ ശ്വാസം മുട്ടലാണെന്ന്. മുത്തശ്ശി, ശ്രീയേട്ടത്തി, മുതുകൊന്ന് തടവി കൊടുക്ക്. ഞാൻ വൈദ്യശാലയിൽ പോയി മരുന്ന് വാങ്ങിട്ട് വരാം. മുത്തശ്ശി, മുത്തശ്ശി. അളിയാ, എന്താടാ? വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. വളച്ചേട്ടാതെ കാര്യം പറ. ഷിട്ടി കമ്പനി എങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആലോചിക്കുമ്പോഴാ അവന്റെ ഒരു നമുക്ക് ഒരു ഗുണമില്ലാത്ത വയസ്സ് തള്ളയെ ഒരു സംശയവും ആർക്കും തോന്നാതെ ഒഴിപ്പിച്ച് വിടാൻ പറ്റിയ സമയം വന്നിരിക്കുന്നേ. എന്തെങ്കിലും പ്ലാൻ നിന്റെ മനസ്സിലുണ്ടോ? പറയടാ. അതിനല്ലേ ഞാൻ ഓടി വന്നത്. ഒന്ന് വന്നേ. എന്താടേ? മുത്തശ്ശിക്ക് സുഖമില്ല. അതിനേക്കാൾ വലിയ കാര്യം സംസാരിക്കുമ്പോഴാ നിനക്കെടുത്താ വന്നേക്കുന്നത്. നിങ്ങളീ വന്നേ. മുത്തശ്ശി. നരേന്ദ്രനെ തള്ളയുടെ മുറിയുടെ മുന്നിൽ നിന്നെയും കാത്തു നിൽക്കുക. ചെല്ല്, എല്ലാരും ഉറങ്ങി. ഞാൻ പുറത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. സൂക്ഷിച്ചു. അളിയാ, ശ്രീജയും കുഞ്ഞോട്ടിനും ഉറങ്ങിക്കഴിഞ്ഞു. എന്നാ പിന്നെ അതങ്ങ് ചെയ്തേക്കാം. വിരലടിയാലും വരാതെ നോക്കണം. ശബ്ദം ഉണ്ടാവാനും പാടില്ല. പാതി ഉയരു പോയി കിടക്കാതള്ള. പണി എളുപ്പത്തിൽ കഴിയും. അളിയമ്പാ. അർജുനേട്ടൻ പാതിരാത്രി എണീറ്റ് എങ്ങോട്ട് പോയി? എവിടെ പോയി? ശ്രീചേട്ടത്തി ഇതുവരെ കിടന്നില്ലേ? ഉറങ്ങിയതാ. ഉണർന്നപ്പോ അർജുനേട്ടനെ കാണുന്നില്ല.
അർജുനേട്ടനോടെ പോയി അറിയില്ല. വാ നമുക്ക് നോക്കാം. അർജുനേട്ടാ, എല്ലാം നശിച്ചു. മോശങ്ങൾക്ക് വരാൻ കൊണ്ട് സമയം. അർജുനേട്ടാ, ഇനി മുത്തശ്ശി നോക്കാൻ പോയതാണോ? മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ആ, അവിടെ ഒന്ന് നോക്കട്ടെ. വാ. ദൈവമേ, അർജുനേട്ടാ, ആരോ വരുന്നുണ്ട്. ഒന്നിങ്ങോട്ട് വരാൻ ആരും ഇല്ല ഇവിടെ. അമ്മ എന്താ പറ്റി? മരുന്നുണ്ടെങ്കിൽ താളാ ദുഷ്ട. ഗ്ലാസ് ഇത് കണ്ടിട്ട് നീ എങ്ങോട്ടാടാ പോയത്? അതിന് മരുന്ന് കണ്ടുപിടിക്കണ്ടേ അമ്മേ? ഉരുണ്ട് കയറുന്ന. അത് മതി. എടി നന്ദി കെട്ടവളെ, നോക്കി നിക്കുന്ന കണ്ടില്ലേ അവള്? എന്റെ അമ്മോ, ഉരുണ്ട് കയറി വരുന്നേ. പോടി മുമ്പിന്ന്. അമ്മേ, ചാവാൻ കിടന്ന ഒരു തുള്ളി വെള്ളം തരില്ല. അമ്മ ഇത് കുടിക്കേ. ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ. പിടിക്കടാ. മാറൂ അമ്മേ. അമ്മ ഒന്ന് സമാധാനത്തോടെ കിടക്ക്. ഒന്ന് പോടാ അവിടുന്ന്. നട്ടപ്പാതിരക്ക് അവന്റെ ഒരു ഉപദേശം. എടി പോയി കിടന്ന് ഉറങ്ങടി, വായി നോക്കി നിക്കാതെ. ചെല്ല്, നീ ചെല്ല്. എടാ, ഇത് ഗ്യാസിന്റെ മരുന്ന് തന്നെയാണോടാ? അമ്മ പേടിക്കണ്ട. നരേന്ദ്രൻ എവിടെടാ? അവന്റെ ഒച്ചയൊന്നും കേട്ടില്ല. അളിയൻ ഒളിച്ചിരിക്കുക. എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കേണ്ടതായിരുന്നു. മുത്തശ്ശി മരിച്ചുപോയി കേട്ടോ. മുത്തശ്ശി നമ്മളെ വിട്ടുപോയി മോനെ. മുത്തശ്ശിയല്ലേ ഈ കിടക്കുന്നത്? മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തശ്ശി മരിച്ചിട്ടില്ല അമ്മേ. നമ്മുടെ മുത്തശ്ശി മരിച്ചുപോയി നന്ദൂട്ട. നമ്മുടെ മുത്തശ്ശി പോയി. മുത്തശ്ശി കണ്ണൂർക്ക്. മുത്തശ്ശി പോയാൽ ലച്ചുവിനെ കാണണ്ടേ? നീ ഇവനെ പിടിച്ചോണ്ട് പോടി. മുത്തശ്ശി, ലച്ചു വന്ന മുത്തശ്ശി കാണാതെ വിഷമിക്കൂലേ? കണ്ണൂർക്ക് മുത്തശ്ശി. ഞാൻ വിളിച്ച മുത്തശ്ശി എനിക്കും അമ്മേ. മുത്തശ്ശി. ചെല്ലുമോനെ, ഞാൻ വിളിച്ചോളാം. മുത്തശ്ശി. മുത്തശ്ശി നമ്മളെ വിട്ടു പോയി മോനെ. ലച്ചുവിനെ വിവരം അറിയിക്കണ്ടേ കുഞ്ഞൂട്ട? മരണ വീടല്ലേ, നരേന്ദ്രനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പെണ്ണ് വന്നൊന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. അല്ലേലേ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അമ്മ വീട്ടിൽ നിന്നിറങ്ങിയ സമയം വെച്ച് നോക്കിയാ ക്ഷേത്രത്തിൽ എത്താനാ സാധ്യത. അവളോട് ഈ വിവരം ഞാൻ എങ്ങനെ പറയൂ വെച്ചാ? അവൾക്കാകെ ഉണ്ടായിരുന്നത് മുത്തശ്ശിയാ. മുത്തശ്ശിയെ കുറിച്ച് മാത്രമേ അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അച്ഛനും അമ്മയും കണ്ട ഓർമ്മ അവൾക്കില്ല. മുത്തശ്ശി അവളെ വളർത്തിയത്. അച്ഛനും അമ്മയും ഈ ലോകവും അവൾക്ക് മുത്തശ്ശിയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? മരണത്തെ തടയാൻ ആർക്കും കഴിയില്ല. കേട്ടിട്ട് മുത്തശ്ശിക്ക് നല്ല പ്രായം കാണും. അവളുടെ കൂടെ നമുക്കും പോണോ അച്ഛാ? അവളുടെ മുത്തശ്ശി എന്റെ മുത്തശ്ശിയാ. കാഞ്ചന അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ദിവസം കഴിഞ്ഞാ നിന്റെ വിവാഹ നിശ്ചയം. നാളെ മുതൽ അതിന്റെ തിരക്കാവില്ലേ മോളെ? അമ്മുവിനെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ തനിച്ചയക്കണമെന്നാണോ അച്ഛൻ പറയുന്നേ? ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കൂടെ ആരെങ്കിലും വേണ്ടേ? മോള് പറയുന്നത് ശരിയാ. നമ്മുടെ അവസ്ഥ മറ്റൊന്നല്ലേ മോളെ? അച്ഛൻ ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നി അച്ഛാ? അമ്മുവിന്റെ കൂടെ എനിക്കും പോയേ പറ്റൂ. അച്ഛൻ മുത്തശ്ശി, എന്റെ മുത്തശ്ശിക്ക് എന്താ പറ്റിയ? അയ്യോ പറ ചേച്ചി, എന്റെ മുത്തശ്ശിക്ക് എന്താ പറ്റിയ? ചേച്ചി പറ. അമ്മു, നിന്റെ മുത്തശ്ശി മരിച്ചു. അമ്മു, മുത്തശ്ശി മുത്തശ്ശി
മുത്തശ്ശി എന്നെ വിട്ടു പോയോ? എനിക്ക് ആരുണ്ട് മുത്തശ്ശി? എനിക്ക് എന്റെ മുത്തശ്ശി കരയില്ലേ? എനിക്ക് മുത്തശ്ശി മോളെ മോൾ അവളെ കാറി കയറ്റി. എനിക്ക് എന്റെ മുത്തശ്ശി കാണണം ചേച്ചി. എനിക്ക് വിവാഹ നിശ്ചയത്തിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാൻ കിട്ടിയ ഒരു അവസരം ഇത്. 2 ദിവസം കഴിയാതെ നീ തിരിച്ചു വരരുത്. കഴിയുമെങ്കിൽ ഇങ്ങോട്ടിനി വരാതിരിക്കും. അവൾ നിന്നെ വിളിച്ചോണ്ടേയിരിക്കും. ഫോണെടുത്ത വീട് വിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയണം. പറയില്ലേ നീ? പറയാം. അവളുടെ പറച്ചില് കേട്ട് നീ വന്നാ പൊറുക്കില്ല ഞാൻ. പിന്നെ ഞാൻ എന്റെ മോളെ നോക്കില്ലേ? ഓർത്തു വെച്ചോണം. പിന്നെ നീ ജീവനോടുണ്ടാവില്ല, കത്തിച്ചു കളഞ്ഞ. കാഞ്ചനയുടെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടില്ല. കേട്ടുടി. എന്നാ നീ ഇവിടെ പണിയെടുത്തതിന്റെ ശമ്പളമായിട്ട് കരുതിയാ മതി. എനിക്ക് വേണ്ട. നിന്റെ സൗജന്യ സേവനം എനിക്കും വേണ്ട. വെച്ചുടി. മറ്റെവിടെയെങ്കിലും നിനക്ക് പണി കിട്ടുമെന്ന് നോക്ക്. മനസ്സിലായോ? ക്യാഷിന്റെ ആവശ്യം വരും മോളെ. ഇത് കയ്യിൽ വെച്ചു. അത് വാങ്ങുമോ? ദൂരയാത്ര പോലെയല്ലേ? അമ്മു, ഞാൻ ഡ്രൈവറോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരു പ്രയാസവും വരാതെ അങ്കിൾ നോക്കോളൂ. ഞാൻ പറഞ്ഞ കട കഴിഞ്ഞോ? ആ, നേരെ പോന്നാ മതി. ആ, കടുത്ത ശ്വാസമുട്ടൽ ബാലാമണിയമ്മയ്ക്കുണ്ടായിരുന്നു. അത് താനെങ്ങനെ അറിഞ്ഞു? ഇന്നലെ ഔഷധശാലയിൽ കുഞ്ഞൂട്ടം മരുന്ന് വാങ്ങാൻ വന്നപ്പോ പറഞ്ഞതാ. ബാലാമണിയമ്മയ്ക്ക് കിടന്ന് നരഹിക്കേണ്ടി വന്നില്ല. അവരുടെ പൂങ്കണ്ണീര് കണ്ടില്ലേ? ലച്ചു പോയ നിലയ്ക്ക് അവർക്ക് ദൈവം കൊടുത്തത് നല്ല മരണം തന്നെയാണ്. കിടന്നു പോയിരുന്നെങ്കിൽ വെറ്റകൾ വെള്ളം പോലും കൊടുക്കില്ല. കുഞ്ഞൂട്ടം അങ്ങനല്ല. അവര് മാത്രമേ അവരോട് സ്നേഹമുള്ളൂ. ഇന്നലെ രാത്രി മുഴുവൻ കൂട്ടിരുന്നത് അവനാണത്രേ. പാവം അവിടെ എവിടെയോ തളർന്നിരിപ്പുണ്ട്. എന്താ മേഡം? അതെ മേഡം, ഞാൻ അങ്ങനെ ചെയ്തോളാം. പറയൂ മേഡം. അല്ല മേഡം,
ഉണ്ട് മാഡം. മാഡം, മുന്നിൽ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ദൈവം വിളിച്ചാ പോയാലേ മോളെ പറ്റൂ. മോൾ അങ്ങനെ കരുത്. മുത്തശ്ശി കിടപ്പിലായിരുന്നോ? അല്ല. അതാ മോക്ക് ഇത്രയും സങ്കടം. എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ അവര് മരിച്ചതാ. മുത്തശ്ശി എന്നെ വളർത്തിയത്. എനിക്ക് മുത്തശ്ശി മാത്രമേ ഉള്ളൂ. മോടെ സങ്കടത്തിന്റെ കാരണം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എന്നൊന്ന് വേഗം വീട്ടിലെത്തിക്കോ. എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണം. റോഡിലെ തിരക്കൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വേഗത്തിൽ പോവാ. ഞാൻ പറഞ്ഞില്ലേ ലച്ചുമോൾ വരുമെന്ന്. മുത്തശ്ശി മുത്തശ്ശി എന്നെ തനിച്ചാക്കി പോയി. മുത്തശ്ശി അല്ലാതെ ലച്ചുവിന് വേറെ ആരാളുള്ളത്? മുത്തശ്ശി ലച്ചു വന്ന് കണ്ണു തുറന്ന് നോക്ക്. മുത്തശ്ശി കണ്ണു തുറക്ക്. എനിക്കാരുമല്ല. ഞാൻ ഒറ്റയ്ക്കാവൊന്നും പറഞ്ഞിട്ടില്ല. ലച്ചു, നമ്മുടെ മുത്തശ്ശി പോയി നന്നോട്ടാ. നമുക്കിനി മുത്തശ്ശി ഇല്ല. മുത്തശ്ശി കുട്ടിയെ കൊണ്ട് കർമ്മം ചെയ്യിക്കും. ലച്ചുനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. ഞാൻ എന്റെ മുത്തശ്ശി ഒന്ന് കാണട്ടെ. എന്നെ കൊണ്ടുപോയില്ലേ? മുത്തശ്ശി മുത്തശ്ശി ലച്ചു, എന്റെ മുത്തശ്ശി ഇല്ലാതെ എനിക്ക് ജീവിക്കേണ്ട നന്ദൂട്ടാ. എവിടെ പോയാലും മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന വിശ്വാസം എന്റെ കൂട്ട്. ഇപ്പൊ ഞാൻ ആരുമില്ലാത്തവളായി പോയി. മുത്തശ്ശി ലച്ചുവിന് കാര്യം പറയാത്ത ഒരു ദിവസം പോലെയില്ല. എടി, അവളെവിടാ നിൽക്കുന്നതെന്ന് കൂടെ വന്ന വണ്ടിക്കാരനാരാണെന്ന് ചോദിച്ചു മനസ്സിലാക്കടി. നരേന്ദ്രൻ ഇനി പെണ്ണിനെ പുറത്തു വിടില്ല. ഇങ്ങനെ കിടന്ന് കരയുന്ന പെണ്ണിനോട് ഇതൊന്നും ചോദിച്ചറിയാനുള്ള മനസ്സെനിക്കില്ല. അമ്മ ചെന്ന് ചോദിക്കും. അമ്മ പോയിട്ട് ഒരു വിവരമില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അതൊരു മരണ വീടല്ലേ. വിളിക്കാനുള്ള സാവകാശം അവർക്ക് കിട്ടിക്കാണില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. വീട്ടിലായിരുന്നപ്പോ അവൾ എന്നോട് സംസാരിച്ചാ. ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ വിളിക്കാനും ഉടൻ പുറപ്പെടാനും ഞാൻ അവളോട് പറഞ്ഞാ സഞ്ജു. ഇന്നലെ തന്നെ തിരിച്ചെത്തേണ്ടല്ലേ അവള്. അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൾ വിളിക്കാതിരിക്കില്ല. അവളുടെ മുത്തശ്ശിയല്ലേ മരിച്ചത്. പോയിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല സഞ്ജു പ്രശ്നം. അവളെ കൊണ്ടുപോയ ഡ്രൈവറിന്റെ ഫോണ് സ്വിച്ച് ഓഫാ. വീട്ടിൽ നിന്ന് ഏർപ്പാടാക്കിയ ഡ്രൈവറാ.
ഞാൻ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവള് വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. എന്താ മോനെ, ആര് മരിച്ചെന്നാ? സ്വാതിയുടെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയാ മരിച്ചത്. അവള് നാട്ടിലേക്ക് പോയിട്ട് അവളെ പറ്റി ഒരു വിവരമില്ലെന്ന് സ്വാതി അറിയിച്ചത്. സംസാരം കേട്ടപ്പോ ഞാൻ വലുതായിട്ട് എന്തോ ധരിച്ചു പോയി. വീട്ടുപണിക്കാരിയെ കാണാത്തതിനാണോ അവൾ ഇത്രയും ടെൻഷൻ ആവുന്നത്? നിന്നെ പോലെ എല്ലാവരും ഒന്ന് ചിന്തിച്ചു കളയരുത്. ശ്രീകുട്ടി സ്നേഹമുള്ളവളാണ്. ഓ, വേലക്കാരിയാണെങ്കിൽ കൂടി അവൾ പോയിട്ട് വിവരമൊന്നുമില്ലെങ്കിൽ മനുഷ്യപ്പറ്റുള്ള ആരായാലും ഒന്ന് ടെൻഷനാവും. ഞാൻ മനുഷ്യപ്പറ്റില്ലാത്തവള് തന്നെയാ. ഇരുട്ട് വെളുത്തപ്പോ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അവളെ തിരിച്ചുവിടണ്ടെന്ന് സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങാന്നും കരുതി. എല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അളിയനെ അവളുടെ മുറിയിലേക്ക് വിടില്ലായിരുന്നു. എല്ലാം മനസ്സിലാക്കി വെച്ച് അമ്മയ്ക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. അവൻ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കുമെന്ന് ഞാൻ കരുതിയോടാ. അവൻ പുറത്തു പോയെന്നല്ലേ ഞാൻ കരുതിയത്. ഇനിയിപ്പോ കുടിയെടുപ്പുകാരെ പോലെ ഇവിടെ കിടക്കാം. ഇനി എന്തായാലും അവളിനി ഇങ്ങോട്ട് കയറി വരില്ല. ആരെങ്കിലും ഏരികേറ്റ് വിടാതിരുന്നാ മതി. വല്ല തിരുമറയും കാണിച്ച് ഭൂമി വിൽക്കാനുള്ള പദ്ധതികളായി ഇനി നോക്കേണ്ടത്. നരേന്ദ്രൻ മനസ്സ് വെച്ചാലേ അത് നടന്നു. വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഒരു വെള്ള ടാക്സി. നിങ്ങൾ അവിടെ നിന്നാ മതി. ഇവിടെ നിന്നും പുറപ്പെട്ടിട്ട് 10 മിനിറ്റ് പോലും ആയില്ല. ഡ്രൈവർ അവള് മാത്രമേ കാറിലുള്ളൂ. റെഡിയായിരുന്നോ? ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നീ എന്ത് കൽപ്പിച്ചാ നരേന്ദ്ര? ഞാൻ അവളെ വിട്ടതേ പേടിച്ചാന്ന് നിങ്ങൾ കരുതിയോ? ഇവിടെ വെച്ച് ഇനിയൊരു സീന് വേണമെന്ന് കരുതിയാ? നരേന്ദ്രനെ മണ്ടനാക്കി അവൾ എവിടെ പോവാനാ?